സ്ത്രീത്വം മാനിക്കപ്പെടും, അല്ലെങ്കിൽ അപമാനിക്കപ്പെടും. ഇന്നെന്താണ് രാജ്യത്തെ അവസ്ഥ? എനിക്ക് ഇന്ന് നമ്മുടെ സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം എന്റെ കയ്യിൽ കിട്ടി. ഇന്നെന്നെ കിട്ടിയത് യാദൃച്ഛികമായിരിക്കാം. ജനപദം സർക്കാർ പ്രസിദ്ധീകരണമാണ്. ഈ ജനപദത്തിൽ ഇത് വനിതാ പതിപ്പുമാണ്. സംസ്ഥാന സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിക്കുന്നതാണ്. മാർച്ചിലക്കം എന്റെ കയ്യിൽ കിട്ടുന്ന ഇന്നാണ്. ഇതിന്റെ 21-ാം പേജിൽ സ്ത്രീകൾക്ക് നൽകപ്പെടുന്ന അമിത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഡോക്ടർ ജെയിംസ് വടുക്കുംചേരി വിലപിക്കുകയാണ്. അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറയുന്ന ചില വരികൾ നോക്കൂ. സ്വന്തക്കാരായാലും ബന്ധക്കാരായാലും അമിത സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് അഭിലഷണീയമല്ല. രതി വൈകൃതങ്ങൾ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ കുഞ്ഞുങ്ങൾ കാണാതിരിക്കുന്നതിനുള്ള അന്തരീക്ഷം കുടുംബത്തിൽ സൃഷ്ടിക്കണം. ജോലിക്ക് വേണ്ടിയും സിനിമയിൽ അഭിനയിക്കാനുമായി പെൺകുട്ടികളെ അന്യപുരുഷന്മാരുടെ കൂടെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കളും കുറ്റക്കാരാണ്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, ജോലിക്ക് വേണ്ടിയും. അന്യപുരുഷന്മാരോടൊപ്പം പെൺകുട്ടികളെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ കുറ്റക്കാരാണെന്ന് പറയുന്നത് സുന്നി യുവജന സംഘത്തിന്റെയോ SKSSFിന്റെയോ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗീകരിച്ച പ്രമേയമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രസിദ്ധീകരണം ജനപദത്തിൽ ഡോക്ടർ ജെയിംസ് വടക്കംചേരി എഴുതിയ ലേഖനത്തിലാണ്. ഈ അമിത സ്വാതന്ത്ര്യം ആപത്തുണ്ടാക്കുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ പേരിൽ നടക്കുന്ന കയ്യേറ്റങ്ങളുടെ കണക്ക്, സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ കണക്കൊക്കെ ഈ ജനപദം വിശദമായി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പുരോഗമനത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സമുദായത്തിലെ പാവപ്പെട്ട ചില ആളുകളുണ്ട്. അവർ ഈ രാജ്യത്ത് നടക്കുന്ന ചലനങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാകണം. മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരല്ലേ, ആധ്യാത്മികതയുടെ പുറംതെട്ടണിഞ്ഞവരല്ലേ, അവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്ക് സർക്കാർ പ്രസിദ്ധീകരണത്തിൽ കാണുന്നു. 92, 93, 94 ഈ 3 വർഷങ്ങളിലെ കണക്ക്. ബലാത്സംഗം 92 212, 93 168, 94 193, തട്ടിക്കൊണ്ടുപോകൽ 92 72, 93 145, 94 105, സ്ത്രീധന മരണം 92 18, 93 10, 94 9, സ്ത്രീ പീഡനം 92 290, 93 381, 94 550, ലൈംഗിക പീഡനം 92 553, 93 468, 94 ആയപ്പോഴേക്ക് അത് 679. ആകെ 92 1146 കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരായി നമ്മുടെ രാജ്യത്തുണ്ടായി. 93 അത് 1191, 94 1609 വർദ്ധിക്കുന്നു. ഇവയിൽ വനിതാ കമ്മീഷൻ മുമ്പാകെ പരാതി ലഭിച്ച കേസുകൾ ബലാത്സംഗത്തിനിടെ ആകെ 1939 കേസുകൾ ലഭിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷൻ മുമ്പാകെ ബലാത്സംഗത്തിനിരയായവരുടെ കണക്ക് സർക്കാർ പ്രസിദ്ധീകരിക്കുന്നു. പ്രായാടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞ 3 വർഷങ്ങളിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 92 15, 93 10, 94 9. ഇത് ഔദ്യോഗികമായ കണക്കാണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. അല്പം അഭിമാനമുള്ള കുടുംബത്തിലാകുമ്പോൾ അത് വനിതാ കമ്മീഷൻ മുമ്പാകെയോ അധികൃതരുടെ മുമ്പാകെയോ കേസ് കൊടുക്കാനോ പരാതി കൊടുക്കാനോ അഭിമാനമുള്ള കുടുംബത്തിലെ ആളുകൾ തയ്യാറാവണമെന്നില്ല.
അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ കണക്കും യാഥാർത്ഥ്യവും തമ്മിൽ ബന്ധമുണ്ടാകണമെന്നില്ല. ഞാനത് പരത്തി പറയേണ്ടതില്ല. ഈ രാജ്യത്തിന്റെ അവസ്ഥ അതാണ്. ചില സ്റ്റേജിൽ കയറി വല്ലതും പ്രസംഗിക്കുകയോ പത്രങ്ങളിൽ വലിയ ബടായി എഴുതുകയോ ചെയ്തിട്ട് കാര്യമല്ല. സ്ത്രീത്വം അവമതിക്കപ്പെടരുത് എന്നാണ് നാം പറയുന്നത്. സ്ത്രീത്വം അവമതിക്കപ്പെടരുത്. നോക്കൂ നിങ്ങൾ രാജ്യത്തെ കണക്ക്. പ്രായാടിസ്ഥാനത്തിൽ ബലാത്സംഗത്തിനിരയായ കണക്ക് സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 10 വയസ്സിന് താഴെയുള്ളത് 92-ൽ 15, 93-ൽ 10, 94-ൽ 9. 10-നും 16-നും മധ്യ പ്രായമുള്ളവരിൽ 92-ൽ 58, 93-ൽ 44, 94-ൽ 53. 16-നും 30-നും മധ്യേ 92-ൽ 137, 93-ൽ 132, 94-ൽ 115. 30-ന് മുകളിൽ വയസ്സിന് മുകളിൽ 92-ൽ 17, 93-ൽ 25, 94-ൽ 20. ആകെ 92-ൽ 227, 93-ൽ 211, 94-ൽ 197. ഈ രീതിയിൽ ധാരാളം സ്ത്രീ പീഡനം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് സർക്കാർ പ്രസിദ്ധീകരണം വ്യക്തമാക്കും. എന്താണ് ഇതിന് കാരണം? മത നിയമങ്ങൾ മറികടന്ന് ഡോക്ടർ വടക്കഞ്ചേരി എഴുതിയതുപോലെ സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം നൽകി. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? സ്ത്രീയുടെ സൗന്ദര്യം ഭർത്താവ് മുതലായവരുടെ മുമ്പിലല്ലാതെ പ്രദർശിപ്പിക്കാൻ പാടില്ല. വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നു, അങ്ങാടി പോണില്ലേ, നീ വാങ്ങാൻ പോണില്ലേ, അവിടെ പോണില്ലേ, ഇവിടെ പോണില്ലേ? പരലോകത്ത് പ്രതിഫലം ലഭിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തിന് തെളിവുകൾ അന്വേഷിക്കുമ്പോൾ നീ വാങ്ങാൻ പോകുന്ന കഥ പറഞ്ഞത് കാര്യമില്ല. ഇസ്ലാം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വിഷയീകരിപ്പിക്കുന്ന പ്രശ്നം, മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം, സ്ത്രീകൾ ജുമുഅയ്ക്കും ജമാഅത്തിനും പുരുഷന്മാരോടൊപ്പം പള്ളികളിൽ പോകേണ്ടതുണ്ടോ? പൊതുവായ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. പുരുഷന്മാരെ പോലെ പരിപൂർണ സ്വാതന്ത്ര്യം നൽകപ്പെട്ട് അഴിഞ്ഞാടാൻ സ്ത്രീകൾക്ക് ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല. അതിന്റെ പേരിൽ ആരും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്ന് വ്യാമോഹിക്കേണ്ട. മുസ്ലിങ്ങളല്ലാത്തവർ പോലും ഈ അമിത സ്വാതന്ത്ര്യത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ സർക്കാർ പോലും അധിക്ഷേപിക്കേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ വേണം കാര്യങ്ങളെ വിലയിരുത്താൻ. എന്തിനേറെ ഞാൻ കോഴിക്കോട് വെച്ചല്ലേ സംസാരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് മൊഹീദ്ദീൻ പള്ളിയിൽ നിന്ന് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് സ്ത്രീകൾ പുറത്തു വരുന്ന ചിത്രം മാതൃഭൂമി മുതലായ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. വല്ല പാഷൻ പരേഡിന് ഇറങ്ങിത്തിരിച്ച അത്യാധുനിക മഹിളകളാണെന്ന് തോന്നിപ്പോകും. ചിത്രം കണ്ടാലെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മുഖപത്രം അൽമനാർ പോലും ആ ചിത്രം കണ്ട് വിലപിക്കുകയുണ്ടായി. അൽമനാറിന്റെ തലവാചകം തന്നെ, ലേഖനത്തിന്റെ തലവാചകം, ഇവരെന്തിന് പള്ളിയിൽ വരുന്നു എന്ന ചോദ്യമായിരുന്നു. പരലോക പുണ്യം ഉദ്ദേശിച്ച് അങ്ങനെയുള്ള ഏർപ്പാടുകൾ വേണ്ട. അത് പരലോക പുണ്യത്തിന്റെ പേരിലും വേണ്ട. ഈ രാജ്യത്ത് സദാചാരവും നന്മയും നിലനിൽക്കണമെന്ന ചിന്താഗതി ഉള്ളവരിൽ നിന്നും വേണ്ട. ഈ രണ്ട് കാഴ്ചപ്പാടും ചേർത്ത് വായിക്കണം. ഒന്നാമത് സദാചാര ബോധം, മറ്റൊന്നൊരു ധാർമ്മികമായ ചിന്ത. മതവിശ്വാസമില്ലാത്തവർക്ക് പോലും ഈ കാര്യങ്ങളെക്കുറിച്ച് അപകടകരമാണെന്ന തോന്നൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം കണ്ടില്ലെന്ന് നടിക്കാമോ? ഈ വസ്തുതകൾക്ക് നേരെ നാം ഇങ്ങനെ കണ്ണടച്ചു നിൽക്കും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അത്തരം കാര്യങ്ങൾ അധികം ഞാൻ പറയുന്നില്ല. എന്റെ വിഷയം തന്നെ പറയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാനും ആശകൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരേത് വിഭാഗത്തിൽപ്പെട്ടവരായാലും കൊള്ളാം, സുന്നി ഏത് സുന്നിയാലും കൊള്ളാം, മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ ഏത് അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ടവരായാലും നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ജുമുഅ, ജമാഅത്ത് മുതലായ പുണ്യകർമ്മങ്ങളൊക്കെ
നാം നിർവഹിക്കുന്നത് അഥവാ നിർവഹിക്കേണ്ടത് മരണാനന്തരം പടച്ച തമ്പുരാനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാവണം. അല്ലെ? തീർച്ചയായും അങ്ങനെയായിരിക്കണം. മരണാനന്തരം പടച്ച